അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബഹുമാന്യരായ ഈ നാട്ടിലെ നല്ലവരായ ശ്രോതാക്കളെ, സദസ്സിനെ ധന്യമാക്കുന്ന ആദർശ ബന്ധുക്കളെ, ആമുഖ ഭാഷണം നടത്തിയ ബഹുമാന്യനായ എന്റെ സുഹൃത്ത്, തുടർന്ന് സംസാരിക്കാനിരിക്കുന്ന ബഹുമാന്യ പ്രഭാഷകൻ മുജാഹിദ് ബാലുശ്ശേരി, ശബ്ദത്തെ ദൂരെ നിന്നും അടുത്തുനിന്നും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സഹോദര സഹോദരിമാരെ, അല്ലാഹു തആല ഇഷ്ടപ്പെടുന്ന, സ്വീകരിക്കുന്ന, അവൻ കബൂൽ ചെയ്യുന്ന ഒരു സൽക്കർമ്മമായി ഈ സംഗമത്തെ അള്ളാഹു സ്വീകരിക്കട്ടെ, മാറ്റി തീർക്കട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്. മഗ്രിബ് ബാങ്കിന് മുമ്പ് സുദീർഘമായ ഒരു സംസാരത്തിന് സമയമില്ല. ചില കാര്യങ്ങൾ തുടങ്ങിവെച്ച് നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞ് ഏതാനും മിനിറ്റുകൾ കൂടി സംസാരത്തെ പൂർത്തീകരിക്കാൻ ഉപയോഗപ്പെടുത്തി. തുടർന്ന് ഇൻഷാ അല്ലാഹ് മുജാഹിദ് ബാലുശ്ശേരിയുടെ സംസാരം ഇവിടെ നടക്കും. അല്ലാഹു എല്ലാം എളുപ്പമാക്കുകയും സുതാര്യമാക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുകയാണ്. കടവത്തൂർ എന്ന് പറയുന്ന അതീവ പ്രാധാന്യമുള്ള ഒരു സ്ഥലത്ത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ചരിത്രങ്ങൾ പറയേണ്ടി വരുന്നു എന്നത് ഒരുപക്ഷെ അത്ര ഭൂഷണമായി തോന്നാത്തവരുണ്ടാവാം. അതിന്റെ ആവശ്യമുള്ളൊരു പ്രദേശമല്ല ഇത് എന്ന് ഒരുപക്ഷെ നമ്മുടെ മനസ്സുകളിലേക്ക് വന്നേക്കാം. നവോത്ഥാന പ്രസ്ഥാനം എന്നറിയപ്പെടുന്ന സലഫി പ്രസ്ഥാനം, മുജാഹിദ് പ്രസ്ഥാനം 1911കളിൽ ഒറ്റയാൾ പടയോട്ടം നടത്തിയ മഹാനായ പണ്ഡിതനെ കുറിച്ച് ഓർക്കുകയാണ് ഇസ്ലാഹി കേരളം. 2011 ഒരു നൂറ്റാണ്ടിന്റെ ചരിത്രത്തെ ഓർമ്മപ്പെടുത്താനും ഓർമ്മിക്കാനും വേണ്ടിയായിരുന്നു ഒരു പ്രോജ്വലമായ മേറ്ററിനെ മുൻനിർത്തിക്കൊണ്ട് ചരിത്രങ്ങൾ ഓർമ്മിക്കാനും ഓർമ്മപ്പെടുത്താനും വേണ്ടി എന്ന സമ്മേളനം കോഴിക്കോട് ജില്ലയിൽ രാമനാട്ടുകര ബൈപ്പാസിൽ അടിഞ്ഞിലത്ത് നടന്നത്. സമ്മേളനം എന്തായിരുന്നുവെന്ന് പറയാൻ ഞാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല. ഇസ്ലാഹി കേരളം ഒരു നൂറ്റാണ്ടിന്റെ ചരിത്രം സത്യത്തിൽ പറയാനുണ്ട്. കേരള നദവത്തുൽ മുജാഹിദീൻ എന്ന് പറയുന്ന
തലക്കെട്ടോടുകൂടി ഒരു ബഹുജന പ്രസ്ഥാനമായി മാറിയിട്ട് അരനൂറ്റാണ്ടിലധികം സമയമായിട്ടുള്ളൂ. ഇതിനൊരു പണ്ഡിത സംഘടന രൂപവൽക്കരിക്കപ്പെട്ടിട്ട് 3/4 നൂറ്റാണ്ട് കാലമേ ആയിട്ടുള്ളൂ. നമ്മെ എതിർക്കുന്ന, നമ്മെ വെറുക്കുന്ന ആദർശ വിരോധികളായ ആളുകൾ അവര് പറയാറുണ്ട്, നിങ്ങൾക്ക് പാരമ്പര്യം പറയാനില്ല എന്ന്. ഞങ്ങളുടെ പാരമ്പര്യത്തിന്റെ ചങ്ങല പിടിച്ചു കുലുക്കിയാൽ മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിടത്തിൽ ചെന്ന് അതിന്റെ ചങ്ങല കുലുങ്ങുമെന്ന് അവകാശപ്പെടുന്നവരുമുണ്ട്. ചരിത്രം നമുക്ക് ഒരുപാട് പറയാനാവും. എന്നാൽ കേരളക്കരയിലെ ചരിത്രത്തെ പരിശോധനയ്ക്ക് വിധേയമാക്കുകയാണെങ്കിൽ 3/4 നൂറ്റാണ്ടിന്റെ ചരിത്രമാണ് പണ്ഡിത സഭയ്ക്ക് പറയാനുള്ളതെങ്കിൽ ഒറ്റയാൾ പടയോട്ടവും അതുപോലെ തന്നെ കൊച്ചു സംഘവുമായിട്ടുള്ള പ്രബോധന പ്രവർത്തനങ്ങളുമൊക്കെ അതിന്റെ ചരിത്രത്തിന്റെ കണക്കെടുക്കുമ്പോ 1 നൂറ്റാണ്ട് 100 വർഷം പിന്നിട്ട കഥ നമുക്ക് പറയാനുണ്ടെങ്കിൽ അത് ധന്യമായ മുഹൂർത്തങ്ങളുടെയും ചരിത്രപരമായ ഒട്ടനവധി സാഹചര്യങ്ങളെ തരണം ചെയ്തതിന്റെയും ത്യാഗോജ്ജലമായ പ്രബോധനത്തിന്റെയും ദഅവത്തിന്റെയും അതീവ ഗുരുതരമായ പാതകളെ താണ്ടിക്കടന്ന് ദഅവ പ്രവർത്തനം മുന്നോട്ട് നീക്കിയ ഒട്ടനവധി ഏറ്റവും ശുദ്ധരായ സാത്വികന്മാരായ നിസ്വാർത്ഥന്മാരായ നേതാക്കന്മാരുടെ ചരിത്രമാണ് നമുക്ക് പറയാനുള്ളത്. അവർ ആഗ്രഹിച്ചത് വരാനിരിക്കുന്ന ആഖിറത്തിലെ വിജയം മാത്രമായിരുന്നു. സൈക്കിളിൽ യാത്ര ചെയ്തു വന്ന്, കാൽനടയായി വന്ന്, അവിടെ തന്നെ അവർ തന്നെ മൈക്രോഫോൺ കെട്ടാൻ അവർ തന്നെ സഹായം ചെയ്ത് 4 ആളുകളും 5 ആളുകളും 10 ആളുകളും കൂടി നിൽക്കുന്ന ചെറിയ ചെറിയ വേദികളിൽ, കവലകളിൽ, തെരുവേദികളിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഉജ്ജ്വലമായ മേട്ടറിനെ മുൻനിർത്തിക്കൊണ്ട് ലോകത്തിന്റെ നാഥനായ, ഈ ലോകത്തിന്റെ സ്രഷ്ടാവായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കേണ്ടതിന്റെ അതീവ പ്രാധാന്യമുള്ള ഭാഗത്തെ ഓർമ്മപ്പെടുത്തിയപ്പോ ഏറുകൊണ്ടവർ, കൂക്കിവിളി കേട്ടവർ, അതുപോലെ തന്നെ കല്ലേറുകൾ തട്ടി ക്ഷീണിതരായവർ, സയ്യിദ് മൗലവി രംഗത്താണിയെ പോലെയുള്ള മർഹൂം, അദ്ദേഹത്തെ നമ്മൾ ഓർത്തുപോകുകയാണ്. സ്റ്റേജിൽ നിന്ന് അദ്ദേഹത്തെ വലിച്ചിറക്കി അടിച്ചരിച്ചാലിലേക്ക് തള്ളിയിട്ടു. മന്ത്രിയായ അദ്ദേഹത്തിന്റെ സുഹൃത്തു കൂടിയായ സഖാവ് സയ്യിദ് മൗലവി രംഗത്താണിക്ക് സഹായമെത്തിക്കാൻ അവിടെ എത്തി. ആരാണ് നിങ്ങൾ ഉപദ്രവിച്ചത് എന്ന് ഞങ്ങളോട് പറഞ്ഞാൽ നിശ്ചയമായി ഞങ്ങൾ അവർക്ക് ശിക്ഷ കൊടുക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പു തരാമെന്ന് പറയുമ്പോ ത്വായിഫിന്റെ മണ്ണിലേക്ക് കൂട്ടുകുടുംബങ്ങളെ ലക്ഷ്യം വെച്ച് ഓടിപ്പോയ എന്റെ പ്രവാചകൻ മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഞാൻ ഓർക്കുകയാണ് എന്ന് മന്ത്രിയായ സഖാവായ മനുഷ്യനോട് സയ്യിദ് മൗലവി രംഗത്താണി പറയുന്നത് നാം മറന്നു പോകാൻ പാടില്ല. മൗലവി അദ്ദേഹത്തോട് റിക്വസ്റ്റ് നടത്തുകയാണ്, അപേക്ഷിക്കുകയാണ്. എന്നെ ഉപദ്രവിച്ചവർക്ക് തിരിച്ചുപദ്രവം നടത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവർക്ക് ശിക്ഷ കിട്ടണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല, കൊതിക്കുന്നില്ല, അഭിലഷിക്കുന്നില്ല. പക്ഷേ എന്നെ ഉപദ്രവിച്ചവർ കൂടി എന്റെ സംസാരം കേൾക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ മന്ത്രിസ്ഥാനത്തിരിക്കുന്നവനാണ് എന്ന നിലയ്ക്ക് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, 2-3 ദിവസത്തെ പെർമിഷൻ നൽകിക്കൊണ്ട് ഇവിടെ വീണ്ടും സംസാരിക്കാൻ അനുവാദം നൽകിയാൽ മതി. ത്വായിഫിന്റെ മണ്ണിൽ നിന്ന് ഏറുകിട്ടി തിരിഞ്ഞോടി ഒരു ഈത്തപ്പന മരത്തിൽ ചാരിയിരുന്ന് തളർന്ന് ക്ഷീണിതനായിരിക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഇറങ്ങി വന്ന ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ത്വായിഫിന്റെ 2 മലയിടുക്കുകൾ തമ്മിൽ കൂട്ടിയടിപ്പിച്ച് ത്വായിഫിന്റെ മക്കളെ മുഴുവനും നശിപ്പിച്ച് കളയാനാണ് അള്ളാഹുവിന്റെ ഓർഡർ എന്ന് പറയുമ്പോ, ത്വായിഫിലെ മനുഷ്യരെ മുഴുവനും നശിപ്പിച്ച് കളയാനാണ് ലോകത്തിന്റെ നാഥനായ റബ്ബിന്റെ തീരുമാനമെന്ന് പറയുമ്പോ, അല്ലാഹുമ്മ ഗ്ഫിർ ലിഖൗമി ഇന്നഹും ലാ യഅലമൂൻ, അല്ലാഹുവേ വേണ്ട റബ്ബേ, അറിവില്ലാത്തവരാണവർ, വിവരമില്ലാത്തവരാണവർ, പുറത്തു കൊടുക്കണേ നാഥ, മാപ്പ് കൊടുക്കണേ നാഥ എന്ന് പ്രാർത്ഥിച്ച എന്റെ നേതാവായ മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക പിൻപറ്റാൻ ആഗ്രഹിക്കുന്നവനാണ് ഞാൻ. അതുകൊണ്ട് അവർക്ക് ഞാൻ മാപ്പ് കൊടുത്തിരിക്കുന്നു എന്ന് സയ്യിദ് മൗലവി രംഗത്താണി പറഞ്ഞ ചരിത്രത്തെ നാം മറന്നുപോകാൻ പാടില്ല. എന്തിനാണ് ഞാൻ ഈ ചരിത്രത്തെ നിങ്ങളുടെ മുമ്പാകെ വെക്കുന്നത് എന്ന് ഇൻഷാ അല്ലാഹ്
ഏതാനും മിനിറ്റുകളെടുത്ത് സംസാരിക്കുമ്പോൾ ഈ സംസാരത്തിന്റെ അവസാന ഭാഗത്തെത്തുമ്പോ നിങ്ങൾക്ക് ബോധ്യപ്പെടും. വീണ്ടും പെർമിഷൻ എടുത്ത് ആ മന്ത്രി സ്റ്റേജിൽ കയറിയിരുന്ന് സെയ്ദ് മൗലവി രംഗത്താണിയുടെ പ്രസംഗം ഈ കേരളത്തിന്റെ മണ്ണിൽ നടന്നു. ഉജ്ജ്വലമായ തൗഹീദി പ്രഭാഷണം. അവിടെ പ്രസംഗങ്ങൾ കേട്ട് ഈ ഏറ്റവും സുതാര്യമായ വക്രതയില്ലാത്ത, വക്രബുദ്ധിയില്ലാത്ത, കുബുദ്ധിയില്ലാത്ത, ചതിയില്ലാത്ത, വഞ്ചനയില്ലാത്ത, സ്വാർത്ഥ താല്പര്യങ്ങളില്ലാത്ത, അധികാര കസേരങ്ങളെ സ്വപ്നം കാണാത്ത, ആഖിറത്തിനെ കുറിച്ച് ഓർക്കുന്ന ഈ മഹനീയമായ പ്രസ്ഥാനത്തിലേക്ക് ആളുകൾ ചേക്കേറുകയായിരുന്നു. അല്ലേ? എടവണ്ണയിലെ അലവി മൗലവി പ്രസംഗം കഴിഞ്ഞ് മടങ്ങവേ ചേകന്നൂർ മൗലവിയെ കൂട്ടിക്കൊണ്ടുപോയതുപോലെ എടവണ്ണ അലവി മൗലവിയെ ഒരു സംഘം കൊണ്ടുപോയി വാഹനത്തിൽ കയറ്റി നിങ്ങളുടെ വീട്ടിലേക്ക് ഞങ്ങൾ എത്തിക്കാമെന്ന് പറഞ്ഞു. ഒരു ആൾതാമസമില്ലാത്ത പ്രദേശമെത്തിയപ്പോ അലവി മൗലവിയെ നിലത്തേക്കിറക്കി. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? നിങ്ങൾ ഈ ആദർശത്തിന്റെ ശത്രുക്കളാണോ? നിങ്ങൾ എന്താണ് എന്നെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നിങ്ങൾക്ക് എന്നെ ചതിച്ചു കൊല്ലാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ നമസ്കരിച്ചിട്ടില്ല, എന്നെ നമസ്കരിക്കാൻ അനുവദിക്കണമെന്ന് അലവി മൗലവി കൂട്ടിക്കൊണ്ടുപോയി ആളുകളോട് പറയുന്നത് കേരളത്തിലെ സെലഫികൾ മറന്നുപോയിട്ടില്ല. നമസ്കരിക്കാൻ സമയം കൊടുത്തു. അദ്ദേഹം നമസ്കാരം നിർവഹിച്ചപ്പോൾ തന്നെ ആ സമയമെടുത്തപ്പോ അപ്പോഴേക്കും ആളുകൾ പോലീസിന് വിവരം കൊടുക്കുകയും പോലീസ് ഉദ്യോഗസ്ഥന്മാർ കയറി വന്ന് അലവി മൗലവിയെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്ന ചരിത്രം നമുക്ക് മറക്കാനായിട്ടില്ല. ഇത് പറയുന്നത് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ഒരു കൊല്ലത്തെ, ഒരു 100 വർഷത്തെയോ 50 വർഷത്തെയോ കാൽനൂറ്റാണ്ടിന്റെയോ ചരിത്രത്തെ ഓർമ്മപ്പെടുത്താനും ഓർമ്മിക്കുവാനും പഠിക്കുവാനും ആഗ്രഹിക്കുന്നവരുടെ മുന്നിലേക്ക് സ്വാർത്ഥന്മാരുടെ കഥയല്ല വരുന്നത്, നിസ്വാർത്ഥന്മാരുടെ കഥയാണ് വരാനുള്ളത്. ഈ മനുഷ്യൻ ഈ പ്രസ്ഥാനത്തെ നശിപ്പിക്കും എന്ന് ഞാനിതാ നിങ്ങൾക്ക് മുന്നറിയിപ്പ് തരുന്നു എന്ന് മർഹൂം ഉമർ മൗലവി ഒരു മനുഷ്യനെ ചൂണ്ടിക്കാട്ടി പറഞ്ഞത് നാം മറന്നുപോയിട്ടില്ല. എന്തിനാണ് ഈ പരാമർശങ്ങളൊക്കെ ഞാൻ നിങ്ങളുടെ മുമ്പാകെ വെക്കുന്നത്? നമുക്കൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം ഈ ഭൂതലത്തിൽ നൈമിഷികമായ, നശ്വരമായ, തുച്ഛമായ, ഏറ്റവും ലളിതമായ ഒരു ജീവിതത്തെ അല്ലാഹു തആല പരീക്ഷണാടിസ്ഥാനത്തിൽ തന്നതാണ് നമുക്ക്. അല്ലേ? അട്ടഹസിക്കാനും അമിതാഹ്ലാദത്തിൽ ഏർപ്പെടാനും ആനന്ദിച്ചുത്സാഹിച്ച് ഉല്ലസിച്ച് അതേ ഈ ജീവിതത്തിൽ മതിമറന്ന് ആഖിറത്തിനെ മറന്നു പോകാനുള്ള വേദിയല്ല ഈ ദുനിയാവ് എന്ന് പറഞ്ഞാൽ. ഇത് നിശ്ചയമായും വളരെ നൈമിഷികമായ, നശ്വരമായ, തുച്ഛമായ ഒരു വേദി മാത്രമാണ്. വരാനിരിക്കുന്ന ലോകമാണ് നിങ്ങൾക്ക് ശാശ്വതമായ ലോകം. വരാനിരിക്കുന്ന ലോകമാണ് നിങ്ങൾക്ക് അനശ്വരമായ ലോകം. വരാനിരിക്കുന്ന ലോകമാണ് നിങ്ങൾക്ക് അനന്തമായ ലോകം. ആ അനശ്വരമായ, അനന്തമായ, ശാശ്വതമായ ലോകത്തിലേക്കുള്ള ഒരു കൃഷിയിടത്തിലാണ് നാം ഇറങ്ങിയിരിക്കുന്നത്. ഒരു പരീക്ഷാ ഹാളിലാണ് നാം നിൽക്കുന്നത്. ഒരൊറ്റ ചാൻസ് മാത്രമേ മുസ്ലിങ്ങളെ നമുക്കുള്ളൂ. SSLC പരീക്ഷയിൽ തോറ്റുപോയവന് രണ്ടാമത് എഴുതി നോക്കാം. ഡിഗ്രിയിലെ പേപ്പറുകൾ നഷ്ടപ്പെട്ടവന് വീണ്ടും പരീക്ഷിച്ചു നോക്കാം. പരീക്ഷയിൽ തോറ്റുപോയവന് വീണ്ടും വീണ്ടും അവസരങ്ങൾ ഉണ്ടാക്കി നോക്കാം. മനുഷ്യരെ, നമ്മുടെ ജീവിതത്തിൽ ഒരൊറ്റ ചാൻസ് മാത്രമേ ഉള്ളൂ. അത് മരണത്തോടുകൂടി അവസാനിക്കുകയാണ്. ഉറകര ശബ്ദത്തോടുകൂടി തൊണ്ടക്കൊടിയിൽ മരണം വന്നെത്തി. നാദാ, സമയം നീട്ടിത്തന്നാൽ ഞാൻ ഏറ്റവും നല്ല സാലിഹായ മനുഷ്യനായി ജീവിക്കാമെന്ന് ആവർത്തിച്ച് പറഞ്ഞാലും ലോകത്തിന്റെ നാഥനായ റബ്ബ് നിനക്ക് സമയം തരില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പിറകെ ഓടി ആ നദിയിലിടിച്ച് നദി 2 ഭാഗത്തേക്ക് മാറി നിന്ന് ഉണങ്ങിയൊരു വടി പോലെ ഒരു വടിത്താരയുണ്ടായി. അപ്പുറത്തേക്ക് മൂസാ നബിയും സംഘവും കയറിപ്പെട്ടുമ്പോ ഫിറഔനും സംഘവും ആ ജലത്തിൽ അതിന്റെ മധ്യഭാഗത്ത് നിൽക്കുകയാണ്, കൂട്ടിയടിക്കുകയാണ്, മുങ്ങി മരിക്കുകയാണ്. അവസരം ചോദിക്കുന്നവർ അല്ലാഹുവിനോട് കൊടുത്തിട്ടില്ല, കൊടുക്കുകയില്ല. എന്റെയും നിങ്ങളുടെയും ആയുസ് എത്രാമത്തെ വയസ്സിൽ, എത്രാമത്തെ മാസത്തിൽ, എത്രാമത്തെ ദിവസത്തിൽ, ഏത് ഡേറ്റിൽ, ഏത് സമയത്ത് മരിക്കണമെന്ന് ലോകത്തിന്റെ നാഥനായ അല്ലാഹു നിശ്ചയിച്ചു വച്ചിട്ടുണ്ട്. ആ ചാൻസ് എല്ലാവരെയും കാത്തു നിൽക്കുകയാണ്. അവിടെ എത്തിയാൽ ഞാൻ വെറുതെ ആരോപിച്ചുവല്ലോ, ഞാൻ വെറുതെ കുറ്റപ്പെടുത്തിയല്ലോ, ഞാൻ വെറുതെ ആരോപണങ്ങൾ ഉന്നയിച്ചുവല്ലോ, ഞാൻ മലർന്നു കിടന്ന് തന്നെ തുപ്പി എന്റെ നെഞ്ചത്തേക്ക് തന്നെ ആരോപണങ്ങൾ തിരിച്ചു വന്നുവല്ലോ, ഖേദിച്ച് ദുഃഖിച്ച് വേണ്ടില്ലായിരുന്നു എന്ന് തോന്നുവാനുള്ള അവസരം ആ സമയത്ത് കിട്ടുന്നില്ല. അതുകൊണ്ട് ദൂരെ നിന്ന് ഈ ശബ്ദത്തെ മഗ്‌രിബ് നമസ്കാരം കഴിഞ്ഞ് കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ നിങ്ങൾക്ക് പഠനാർഹമായി ഈ വേദിയിലേക്ക് കയറിയിരിക്കാം. നിങ്ങൾക്ക് സദസ്സിലേക്ക് വന്നിരിക്കാം. പരിസര പ്രദേശത്ത് നിന്ന് നിങ്ങളൊന്ന് കേൾക്കണം. പ്രായമുള്ള കാരണവന്മാർ, ഞങ്ങൾ പണ്ടേ മുജാഹിദുകളാണ്, സെൽഫികളാണ്,
ഞങ്ങൾക്ക് മറ്റൊന്നും കേൾക്കേണ്ടതില്ല. പുതിയ ചെറുപ്പക്കാർ വന്ന് സംസാരിക്കുന്നത് ഞങ്ങൾക്ക് കേൾക്കേണ്ടതില്ല. ഞങ്ങൾക്കറിയാം ഇസ്ലാഹി പ്രസ്ഥാനം എന്താണ് എന്ന്, ഞങ്ങൾക്കറിയാം മുജാഹിദ് പ്രസ്ഥാനം എന്താണ് എന്ന്. ഞങ്ങൾക്ക് കേരള നേതൃത്വത്തിൽ മുജാഹിദീൻ എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൽ വിശ്വാസമുണ്ട്. ഞങ്ങൾക്ക് പണ്ഡിത സംഘടനയിൽ വിശ്വാസമുണ്ട്. ഞങ്ങൾക്ക് നേതൃത്വത്തിൽ വിശ്വാസമുണ്ട്. മറ്റൊന്നും ഞങ്ങൾക്ക് കേൾക്കേണ്ടതില്ല, മറ്റൊന്നും ഞങ്ങൾക്ക് അറിയേണ്ടതില്ല, അന്വേഷിക്കേണ്ടതില്ല എന്ന് വിചാരിച്ച് എല്ലാം ഇരുട്ടാക്കാൻ ശ്രമിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് അപേക്ഷിക്കുകയാണ്, നിങ്ങൾ കേൾക്കണം, എന്താണ് ഞങ്ങൾക്ക് പറയാനുള്ളത് എന്ന്. കേട്ടതുകൊണ്ട് പിടിച്ചു പോകുമെന്ന് പേടിക്കുന്നതാരാ? പ്രിയപ്പെട്ടവരെ, സമസ്തക്കാരായിരുന്നു. അവർ പറയുമായിരുന്നു, നിങ്ങൾ ഇവിടെ പ്രസംഗം കേൾക്കരുത് എന്ന്. ഇന്ന് ഔദ്യോഗികമായി സർക്കുലർ വരെ അയച്ച നാണിപ്പിക്കുന്ന ലജ്ജാകരമായ അവസ്ഥ നമ്മൾ കാണേണ്ടി വന്നു. കേരള നേതൃത്വത്തിൽ മുജാഹിദീന്റെ ലെറ്റർ പേഡിലോ അതല്ലെങ്കിൽ അതിന്റെ ഔദ്യോഗികമായ സർക്കുലറിൽ, പള്ളികളിലേക്ക് വന്ന സർക്കുലറിൽ തന്നെ എഴുതിവിട്ടു, കെ സക്കരിയ സലാഹിയെ പോലെയുള്ള ആളുകളുടെ പ്രസംഗത്തിന് നിങ്ങൾ കേൾക്കാൻ പോകാൻ പാടില്ല എന്ന് നാണിപ്പിക്കുന്ന വിധത്തിൽ, ലജ്ജിപ്പിക്കുന്ന വിധത്തിൽ, ആരെയോ പേടിക്കുന്നത് പോലെ നമ്മൾ സമൂഹത്തോട് പറഞ്ഞത്, കേൾക്കണം, നിങ്ങൾ കേട്ടിട്ടേറ്റത് നല്ലതിനെ പിൻപറ്റണം. അതാണ് ഇസ്ലാമിന്റെ സ്വഭാവം, അതാണ് മുഅ്മിനിന്റെ സ്വഭാവം, അതാണ് മുസ്ലിമിന്റെ സ്വഭാവം, അതാണ് മുഅ്മിനത്തിൽ ഉണ്ടാവേണ്ടത്, മുസ്ലിമത്തിൽ ഉണ്ടാവേണ്ടത്. നമുക്ക് പേടിയില്ല. ഇനി ആരെങ്കിലും നാളെയോ മറ്റന്നാളെയോ ഇവിടെ വന്ന് പ്രസംഗം നടത്തുന്നുവെങ്കിൽ ഈ സദസ്സിലുള്ളവരോട് ഞങ്ങൾക്ക് ധൈര്യമായി പറയാൻ പറ്റും, നിങ്ങളത് കേൾക്കണം. കേൾക്കുന്തോറും ആശയങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടിച്ചു നോക്കി, മാറ്റുരച്ചു നോക്കി ഏറ്റവും നല്ലതിലേക്ക് നിങ്ങൾക്ക് നടന്നു പോകാൻ പറ്റും. ആരെയും പേടിക്കാതെ ഞങ്ങൾക്ക് പറയാൻ പറ്റും. പക്ഷേ ഈ പ്രസ്ഥാനത്തിന്റെ അമരക്കാരായി നിൽക്കുന്ന ആളുകൾ ധൈര്യസമേതം നിങ്ങൾ കേൾക്കണം. അവർക്ക് പറയാനുള്ളത് നിങ്ങൾ അറിയണമെന്ന് പറയാനുള്ള ത്രാണി എന്തുകൊണ്ട് നഷ്ടപ്പെട്ടു പോയി എന്ന് ഗൗരവത്തോടുകൂടി ചിന്തിക്കണം. ഗൗരവത്തിൽ നിങ്ങൾ ആലോചിക്കണം. ശരി, ഇൻഷാ അല്ലാഹ് അതിന്റെ ചില കാരണങ്ങൾ കൃത്യമായ തെളിവിന്റെ അടിസ്ഥാനത്തിൽ മഗ്രിബ് നമസ്കാരം കഴിഞ്ഞാൽ നിങ്ങളുടെ മുമ്പാകെ ഏതാനും മിനിറ്റുകളെടുത്ത് സംസാരിക്കും. അപ്പോൾ നമുക്ക് ആ കാര്യം വിശദീകരിക്കാം. ഇവിടെ ഈ ചുരുങ്ങിയ സമയത്തിൽ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, ഈ ദുനിയാവ്, ഇതാ ഇവിടുത്തെ സൗകര്യങ്ങള്, ഇവിടുത്തെ മണിമാളിക സൗധങ്ങള്, ഈ കൊട്ടാരക്കണക്കെയുള്ള വീടുകള്, നമ്മുടെ ആഡംബരമായ വാഹനങ്ങള്, നമ്മുടെ ഭൗതികമായ സുഖസൗകര്യങ്ങള്, ഇവിടുത്തെ സർവ്വ കോപ്പുകൾ നമ്മെ താങ്ങി പിടിച്ചു നിർത്തുമെന്ന് നാം ആരും വിചാരിക്കേണ്ടതില്ല. ദാർഢ്യം നമുക്ക് ആവശ്യമില്ല. അഹന്ത നമുക്ക് വരരുത്. ലാ യദ്ഖുലുൽ ജന്ന, സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല. ആര്? മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാല ഹബ്ബത്തിൻ മിൻ കിബ്ർ. അഹന്ത, അഹങ്കാരം, ഹുങ്ക്, ധിക്കാരം ഹൃദയത്തിന്റെ ഏതെങ്കിലും ഒരു കോർണറിൽ, ഏതെങ്കിലും അകത്തളത്തിൽ ഒരു അണുമണിത്തൂക്കം, ഒരു ധാന്യമണിയുടെ അത്ര, മിസ്ഖാല ദർറ, ഒരു ചെറിയ അളവ്, ഓടിട്ട വീടിന്റെ വിടവിലൂടെ സൂര്യപ്രകാശം കയറി വരുമ്പോ ഇതാ ഒരു ലൈന് പോലെ പാറിക്കളിക്കുന്ന പൊടി കണ്ടിട്ടുണ്ടാകും നമ്മൾ. ആ പൊടി കുട്ടികൾ പിടിക്കാൻ നോക്കും. അതിനാണ് അറബി ഭാഷയിൽ ദർറത്ത് എന്ന് പറയുക. അത്ര നിസ്സാരമായ അളവിൽ പിടുത്തം കിട്ടാതെ ഓടിനിടയിലൂടെ അതല്ലെങ്കിൽ വീടിന്റെ ചെറിയ ദ്വാരത്തിലൂടെ കയറി വരുന്ന സൂര്യപ്രകാശത്തിൽ പാറിക്കളിക്കുന്ന ചെറിയ പൊടികളുണ്ടല്ലോ, പിടിക്കാൻ കിട്ടാത്ത അത്ര അളവ് നിസ്സാരമായ പൊടിപടലങ്ങൾ. ആ പൊടിപടലത്തിന്റെ അത്ര അളവ് നിങ്ങളുടെ ഹൃദയത്തിൽ അഹങ്കാരമുണ്ടെങ്കിൽ ലാ യദ്ഖുലുൽ ജന്ന, നിങ്ങൾ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഗൗരവമായി ഓർക്കണം. അഹന്ത വേണ്ട, അഹങ്കാരം വേണ്ട, കിബിർ വേണ്ട, ആൾക്കൂട്ടത്തെ കണ്ട് അഹങ്കരിക്കണ്ട, ആൾക്കൂട്ടത്തെ കണ്ട് ഒരിക്കലും ഹുങ്ക് കാണിക്കണ്ട. സ്ഥാപനങ്ങളുടെയും പള്ളിയുടെയും ലെറ്റർ പേഡിന്റെയും സീലിന്റെയും അതുപോലെ തന്നെ ഔദ്യോഗിക സ്ഥാപനങ്ങളുടെയും അതുപോലെ സീറ്റുകളുടെയും കസാരകളുടെയും വലിപ്പം പറഞ്ഞ് നാം ഒരിക്കലും അഹങ്കരിച്ചു പോകരുത്. കാരണം നമ്മെ നയിക്കേണ്ടത് പരിശുദ്ധ ഖുർആനാണ്. ഞാൻ ഒരൊറ്റ കഥ പോലും ഒരു പണ്ഡിതൻ ഈ ദുനിയാവിലെ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞ ഒരൊറ്റ കഥ നിങ്ങളുടെ മുമ്പാകെ വെച്ച് മഗ്രിബ് നമസ്കാരത്തിന് മുമ്പുള്ള സംസാരത്തെ അവസാനിപ്പിക്കുകയാണ്. വനാന്തരത്തിലൂടെ നടന്നു പോകുന്ന ഒരു മനുഷ്യൻ, കാട്ടിലൂടെ നടന്നു പോകുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യനപ്പുറ ദൂരെ നിന്ന് ഒരു സിംഹത്തിന്റെ ഗർജനം കേൾക്കുകയാണ്. സിംഹത്തിന്റെ ഗർജനം കേട്ട ഉടനെ ആ മനുഷ്യന് മനസ്സിലായി, ഇതാ ഇവിടെ ആക്രമിക്കാൻ തയ്യാറുള്ള ഒരു സിംഹമുണ്ട്, ഇവിടെ നിന്നാൽ ശരിയാവില്ല, ഓടി രക്ഷപ്പെടണമെന്ന് വിചാരിച്ച് അയാൾ തിരിഞ്ഞോടി. ഉടനെ തൊട്ടടുത്ത് കണ്ട ഒരു കിണറിലേക്ക്, ഉപയോഗശൂന്യമായി കിടക്കുന്ന ഒരു കിണറിലേക്ക് തൂങ്ങിക്കിടക്കുന്ന വള്ളിയിൽ പിടിച്ച് അയാൾ താഴോട്ട് ചാടി ഇറങ്ങുകയാണ്. പക്ഷേ കിണറിന്റെ അടിഭാഗത്തേക്ക് നോക്കുമ്പോ പത്തി വിടർത്തി വിഷം ചീറ്റാൻ തയ്യാറായി നിൽക്കുന്ന ഒരു സർപ്പത്തെയാണ് കാണുന്നത്. അദ്ദേഹം ഭയവിഹ്വലനായി താഴോട്ടിറങ്ങാൻ പറ്റില്ല. മുകളിലേക്ക് കയറിപ്പോകാമെന്ന് വിചാരിക്കുമ്പോ പല്ല് കാണിച്ച് വാപൊളിച്ചു നിൽക്കുന്ന, കൂർത്ത പല്ല് കാണിച്ചു നിൽക്കുന്ന
സിംഹമത കിണറിന്റെ കരയിൽ വന്നു നിൽക്കുന്നു. പിടിച്ച വള്ളിയിൽ തന്നെ അതീവ സൂക്ഷ്മതയോടുകൂടി ഒന്ന് നോക്കുമ്പോ ആ വള്ളിയുടെ മുരട് ഭാഗം ഒരു കറുത്ത എലിയും ഒരു വെളുത്ത എലിയും കാർന്നു നിന്നുകൊണ്ടിരിക്കുകയാണ്. ശരി, വള്ളി മാറ്റി പിടിക്കണം, രക്ഷാ നടപടികൾ സ്വീകരിക്കാൻ മറ്റെന്തെങ്കിലും മാർഗം അവലംബിക്കണം. ഞാൻ എന്തിനാണ് ഈ കിണറിലേക്ക് ചാടിയിറങ്ങിയതെന്ന് മറന്നു പോകാൻ പാടില്ല. ജീവൻ നിലനിർത്താൻ, സിംഹത്തിന്റെ വായിൽപ്പെടാതിരിക്കാൻ, ആ സിംഹത്തിന്റെ അക്രമത്തിൽപ്പെടാതിരിക്കാനാണ് ഞാൻ ഈ കിണറിലേക്ക് ചാടിയിറങ്ങിയതെന്ന് മറന്നു പോകാൻ പാടില്ല. താഴെ നിൽക്കുന്ന സിൽക്ക് സർപ്പം എന്നെ കൊത്തിവലിക്കും വിഷം ചീറ്റും മറന്നു പോകാൻ പാടില്ല. മുകളിൽ നിൽക്കുന്ന സിംഹത്തെ മറന്നു പോകാൻ പാടില്ല. പക്ഷേ ദുനിയാവിലെ ചെറിയ സുഖങ്ങളെ കണ്ടപ്പോ വരാനിരിക്കുന്ന ലോകത്തെ മറന്നു പോകുന്ന മനുഷ്യന്റെ ഉപമ ഈ പണ്ഡിതൻ വിശദീകരിക്കുന്നത് എങ്ങനെയെന്നറിയുമോ? കിണറിന്റെ മേലാപ്പിൽ, കിണറിന്റെ മുകൾ ഭാഗത്ത്, ഈ കിണറിന്റെ ഭാഗത്തേക്ക് പടർന്നു നിൽക്കുന്ന മരത്തിന്റെ ശാഖയിൽ നിന്ന്, ഒരു തേനീച്ചക്കൂടിൽ നിന്ന് അല്പം തേനുകൾ ഇങ്ങനെ ഒട്ടി വീണുകൊണ്ടിരിക്കുകയാണ്. അയാളുടെ കയ്യിലെ കൊട്ടി ഇതെന്താണെന്ന് മണപ്പിച്ചു നോക്കുമ്പോൾ തേനാണ്. അതങ്ങ് രുചിച്ചു. അടുത്ത തുള്ളിക്ക് വേണ്ടി അയാൾ കൈനീട്ടി, അടുത്ത തുള്ളിക്ക് വേണ്ടി അയാൾ കൈനീട്ടി. താഴ്ഭാഗത്ത് നിൽക്കുന്ന സർപ്പത്തെ അയാൾ മറന്നുപോയി, മുകൾ ഭാഗത്ത് നിൽക്കുന്ന സിംഹത്തെ അയാൾ മറന്നുപോയി. താൻ പിടിച്ചു നിൽക്കുന്ന വള്ളി രാവും പകലുമാകുന്ന ഇരുട്ടും വെളിച്ചവുമാകുന്ന കറുത്ത എലിയും വെളുത്ത എലിയും കാർന്നു നിന്നുകൊണ്ടിരിക്കുന്നത് അയാൾ മറന്നുപോയി. ഈ അല്പം സുഖം നൽകുന്ന, ടേസ്റ്റ് നൽകുന്ന, രുചി നൽകുന്ന ഏതാനും തേൻതുള്ളികൾ തന്റെ കയ്യിലെ കൊട്ടി വീണപ്പോ ആ തേൻതുള്ളി തന്നെയാണ് എല്ലാം എന്ന് വിചാരിച്ച് എല്ലാം മറന്നുപോയി. ആ വള്ളിയിൽ തന്നെ തൂങ്ങിപ്പിടിച്ചു നിന്ന മനുഷ്യന്റെ അവസ്ഥ പോലെയാണ് നൈമിഷികമായ ലോകത്തിന്റെ ഏതാനും വർത്തമാനങ്ങൾ, സുഖിപ്പിക്കുന്ന വർത്തമാനങ്ങൾ, അധികാരത്തിന്റെ സ്വാദിഷ്ടമായ രംഗങ്ങൾ, അധികാരത്തിന്റെ ഏറ്റവും ചുരുങ്ങിയ ചില രംഗങ്ങളും, അതുപോലെ തന്നെ സുഖസൗകര്യങ്ങളും, നല്ല വർത്തമാനങ്ങളും, ഇസ്തിരിയിട്ട ജീവിതവും, അധ്വാനിക്കാതെ കാര്യങ്ങൾ നടത്തി പോകുവാനുള്ള ഏർപ്പാടുകളുമൊക്കെ നാം കാണുമ്പോ ഈ ലോകം തന്നെയാണ് ശരിയെന്ന് വിചാരിച്ച് മറന്നുപോകാൻ പാടില്ല. മുഅ്മിനീങ്ങളെ, നമ്മൾ വരാനിരിക്കുന്ന ആഖിറത്തിനെ മറക്കരുത്, ഖബറിനെ മറക്കരുത്, വരാനിരിക്കുന്ന സ്വർഗത്തെ മറക്കരുത്, നരകത്തെ മറക്കരുത്, ഹിസാബിനെ മറക്കരുത്, സിറാത്ത് എന്ന പാലത്തെ മറന്നു പോകാൻ പാടില്ല. അതുകൊണ്ട് മഗ്‌രിബ് നമസ്കാരം കഴിഞ്ഞ് ഗൗരവമുള്ള വളരെ പ്രാധാന്യമുള്ള ചില കാര്യങ്ങൾ നിങ്ങളെ അതീവ ഗൗരവമായി അറിയിക്കാനുണ്ട്. എന്താണ് സത്യത്തിൽ സംഘടനകൾ നടന്നിട്ടുള്ളത് എന്ന് നാം അറിയണം. എന്തുകൊണ്ടാണ് കാരണവന്മാരിൽ പലരും തെറ്റിദ്ധരിച്ചു പോയത് എന്ന് നാം മനസ്സിലാക്കണം. ആരാണ് സത്യത്തിൽ ശിർക്കിൽ ചെന്ന് വീണിരിക്കുന്നത് എന്ന് നമ്മൾ അറിയണം. ആരാണ് സത്യത്തിൽ ജിന്നും മലക്കും പ്രാർത്ഥന കേൾക്കുമെന്ന് പറഞ്ഞിട്ടുള്ളത് എന്ന് നമ്മൾ അറിയണം. ആ അറിവ് നിങ്ങളുടെ ജീവിതത്തിന്റെ ടേണിംഗ് പോയിന്റായി സ്വീകരിച്ച് ആരെയും കുറ്റപ്പെടുത്താതെ സത്യത്തിന്റെ സത്യമായ അവസ്ഥയെ മനസ്സിലാക്കുവാനുള്ള ഒരു പോംവഴിയായി, ഒരു ടേണിംഗ് പോയിന്റായി, ഒരു ജീവിതത്തിലെ വഴിത്തിരിവായി ഇൻഷാ അല്ലാഹ് വരാനിരിക്കുന്ന സംസാരത്തെ നിങ്ങൾ നോക്കിക്കണ്ട് എന്റെ ജീവിതത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത് എന്ന ബോധത്തോടുകൂടി ഇൻഷാ അല്ലാഹ് കാര്യങ്ങൾ സത്യസന്ധമായി മനസ്സിലാക്കാൻ നിങ്ങൾ ശ്രമം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമസ്കാരത്തിനു വേണ്ടി പിരിയുകയാണ്. സംസാരം അവസാനിപ്പിക്കുകയാണ്. ഒന്നുമെടുത്ത് നമുക്ക് പള്ളിയിലേക്ക് പോവാം. നമസ്കാരം കഴിഞ്ഞ ഉടനെ ഈ സ്റ്റേജിലെ ഈ വേദിയിലേക്ക് തന്നെ തിരിച്ചെത്തി എത്രയും പെട്ടെന്ന് നമ്മുടെ പ്രോഗ്രാം പുനരാരംഭിക്കേണ്ടതുണ്ട്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. اتقوا الله حيثما كنتم. ബഹുമാന്യരായ കാരണവന്മാരെ, നാട്ടുകാരെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, മഗ്‌രിബ് നമസ്കാരത്തിനു വേണ്ടി
നാം പിരിയുമ്പോൾ പണ്ഡിതനായ ഒരു മഹാൻ കുറിച്ചുവെച്ച ഒരു കഥയെക്കുറിച്ചാണ് നാം ഓർമ്മപ്പെടുത്തിയത്. ഈ ദുനിയാവ് കണ്ട് മതിമറന്നു പോകാൻ പാടില്ലാത്തവരാണ് നമ്മൾ എന്ന് ഓർമ്മപ്പെടുത്താൻ. ഞാനൊരു ലക്ഷ്യം വെച്ചൊരു യാത്ര പോവുകയാണ്. യാത്രക്കിടയിൽ ഇടക്ക് വെച്ച് ഞാൻ ചെറിയ ആസ്വാദനം നൽകുന്ന ഒന്ന് കണ്ടപ്പോ ലക്ഷ്യം മറന്ന് ആ കണ്ട ആസ്വാദനത്തിൽ നിന്നുപോയാൽ ഞാനൊരു മൂഢനായി മാറും. എന്റെ ലക്ഷ്യം അവിടെ എത്തലാണ്. എന്റെ ലക്ഷ്യം അങ്ങോട്ടുള്ള യാത്രയാണ്. ആ യാത്രക്ക് ഭംഗം വരാൻ പാടില്ല ഇടക്ക് കാണുന്ന ചെറുതും വലുതുമായ ആസ്വാദന രംഗങ്ങൾ. മനുഷ്യന് സംഭവിക്കുന്ന അബദ്ധം ഇതാണ് എന്നാണ് ആ കഥയിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. ചെറിയ സൗകര്യങ്ങളും ചെറിയ ആസ്വാദനങ്ങളും കാണുമ്പോൾ ആകാശഭൂമിയോളം വിശാലമായ സ്വർഗത്തെ മനുഷ്യരെ നിങ്ങൾ മറന്നുപോകുന്നുണ്ടോ? ഖുർആൻ പറയുന്ന ഒരു വാക്ക് നമ്മൾ ശ്രദ്ധിക്കണം. സാരിഉ, നിങ്ങൾ വേഗത്തിൽ പോയിക്കോളൂ, ധൃതി കാണിച്ചോളൂ. എവിടേക്ക്, എന്തിന്, എങ്ങനെ? സാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹ അസ്സമാവാതു വൽ അർള്. ആ പ്രയോഗം വളരെ അർത്ഥവത്തായ പ്രയോഗമാണ്. എന്താണ് ആ പ്രയോഗത്തിന്റെ അർത്ഥം? മനുഷ്യരെ, നിങ്ങൾ ധൃതി കാണിച്ചോളൂ. എവിടേക്ക് നിങ്ങൾ ധൃതി കാണിക്കണം? എന്തിന് നിങ്ങൾ ധൃതി കാണിക്കണം? ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിന്റെ അടുക്കൽ നിന്നുള്ള മഗ്ഫിറത്തിന് വേണ്ടി. നമ്മളൊക്കെ മനുഷ്യരാണ്, തെറ്റ് സംഭവിക്കാം. നമ്മളൊക്കെ മനുഷ്യരാണ്, അബദ്ധം സംഭവിക്കാം. നമ്മൾ മനുഷ്യരാണ്, അബദ്ധം സംഭവിക്കാമെന്നല്ല, അബദ്ധം സംഭവിക്കും, തെറ്റു സംഭവിക്കും. കുല്ലു ബനി ആദം ഖതഉൻ, ആദമിന്റെ മക്കൾ എല്ലാവരും തെറ്റ് ചെയ്തവരാണ്, തെറ്റ് ചെയ്യുന്നവരാണ്. അവരിൽ ഏറ്റവും നല്ലവർ ആരാണ്? മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, കുല്ലു ബനി ആദം ഖതഉൻ, തെറ്റ് ചെയ്യുന്നവരാണ് ആദമിന്റെ മക്കൾ മുഴുവനും. ആ തെറ്റ് ചെയ്യുന്നവരിൽ ഏറ്റവും നല്ലവർ അത്തവ്വാബൂൻ, പശ്ചാത്തപിച്ച് മടങ്ങുന്നവരാണ്. അല്ലാഹുവേ, എന്റെ വാക്കിൽ അബദ്ധം സംഭവിച്ചു, അല്ലാഹുവേ, എന്റെ പ്രവൃത്തിയിൽ അബദ്ധം സംഭവിച്ചു, അല്ലാഹുവേ, എന്റെ നോട്ടത്തിൽ, എന്റെ ഇടപെടലുകളിൽ, എന്റെ ക്രയവിക്രയങ്ങളിൽ, എന്റെ ഏർപ്പാടുകളിൽ, എന്റെ ജീവിതക്രമങ്ങളിൽ ലോകത്തിന്റെ നാഥ അബദ്ധം സംഭവിച്ചു പോയി റബ്ബേ. അതുകൊണ്ട് നാഥ, എനിക്ക് മാപ്പ് തരേണമേ എന്ന് പറയുന്നവനാണ് അല്ലാഹുവിന്റെ അടിമ. അല്ലാഹുവിന് വല്ലാത്ത സന്തോഷമാണ് തെറ്റ് ചെയ്ത മനുഷ്യൻ പശ്ചാത്തപിച്ച് ലോകത്തിന്റെ നാഥനായ റബ്ബിലേക്ക് മടങ്ങുന്നവന്. ആ സമയത്ത് ആ മടങ്ങുന്നവനെ തൊട്ട് മരുഭൂമിയിലൂടെ യാത്ര പോകുന്ന മനുഷ്യൻ തളർന്ന് ക്ഷീണിച്ചപ്പോ അവിടെ കണ്ട ഒരു മുൾച്ചെടിയുടെ തണലിൽ വിശ്രമിക്കാനിരുന്നു. തനിക്ക് കുടിക്കാനുള്ള വെള്ളം, തനിക്ക് ഭക്ഷിക്കാനുള്ള ഭക്ഷണം, തനിക്ക് മാറ്റിയൊടുക്കാനുള്ള മുണ്ട്, തുണി ആ ഒട്ടകപ്പുറത്താണ്. മുൾച്ചെടിയുടെ താഴെയിരുന്ന് തളർന്ന് ക്ഷീണിച്ചവശനായ മനുഷ്യൻ ഒന്ന് തളർന്നുപോയി, ഒന്ന് ഉറക്കത്തിലേക്ക് വീണു. കണ്ണു തുറന്നു നോക്കുമ്പോ തനിക്കുള്ള ഭക്ഷണം പേറിയ, തന്റെ വസ്ത്രം ശേഖരിച്ചു വെച്ച, തനിക്ക് കുടിക്കാനുള്ള വെള്ളം അത് കെട്ടിവെച്ച ഒട്ടകത്തെ കാണാനില്ല. അയാളുടെ മനസ്സിലുണ്ടാകുന്ന സങ്കടം എത്ര വലുതാണ്! കണ്ണെത്താവുന്ന ദൂരത്തെല്ലാം പരതി നോക്കി. തടസ്സങ്ങളില്ലാത്ത മണൽക്കാടായി കിടക്കുന്ന മരുഭൂമിയിൽ അദ്ദേഹത്തിന്റെ കണ്ണ് ഇതര ഭാഗങ്ങളിൽ തപ്പി നോക്കി. ഒട്ടകത്തെ കാണാനില്ല. അദ്ദേഹം വീണ്ടും ഓർത്തോർത്ത് ക്ഷീണിതനായി. അവശനായി വീണുപോയ മനുഷ്യൻ വീണ്ടും കണ്ണു തുറന്നു. കുറെ സമയം കഴിഞ്ഞ് നഷ്ടപ്പെട്ടു പോയ ഒട്ടകമത അയാളുടെ മുന്നിൽ നിൽക്കുന്നു. കുടിക്കാനുള്ള വെള്ളം ശേഖരിച്ച പാത്രവും വെള്ളവുമായി, മാറ്റി ഉടുക്കാനുള്ള ഡ്രസ്സുമായി, ഭക്ഷിക്കാനുള്ള ഭക്ഷണവുമായി ഒട്ടകം തന്റെ കൺമുമ്പിൽ നിൽക്കുന്നു. അയാൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇത് കഥയല്ല, ഇത് ഹദീസാണ്. അയാൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഉടനെ അയാൾ ചാടി എഴുന്നേറ്റ് ഒട്ടകത്തിന്റെ കയറ് പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, അല്ലാഹുമ്മ, അല്ലാഹുവേ, അൻത അബ്ദി, നീ എന്റെ അടിമയാണ്. വ അന റബ്ബുക്, ഞാനാണ് നിന്റെ റബ്ബ്. ഇതെന്റെ പ്രസംഗത്തിൽ തെറ്റിയതല്ല.
മറിച്ച് ആ മനുഷ്യന് തെറ്റ് സംഭവിച്ചതാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, അയാൾക്ക് തെറ്റാനുള്ള കാരണം ബിശിദ്ദത്തിൽ ഫറഹ്, അമിതമായ സന്തോഷമാണ്. അയാളങ്ങ് നഷ്ടപ്പെട്ടു, ഒരിക്കലും തിരിച്ചു കിട്ടുകയില്ലെന്ന് വിചാരിച്ച ഒട്ടകം ഭക്ഷണവും വെള്ളവും വസ്ത്രവുമായി തന്റെ കൺമുമ്പിൽ വന്നു നിൽക്കുന്നത് കണ്ട സമയത്ത് സന്തോഷത്തിന്റെ ആധിക്യത്താൽ അല്ലാഹുമ്മ അൻത അബ്ദി, അല്ലാഹുവേ നീ എന്റെ അടിമയാണ്, വഅന റബ്ബുക്, ഞാൻ നിന്റെ റബ്ബ് എന്ന് മാറി പറഞ്ഞുപോയി. പ്രിയപ്പെട്ടവരെ, എന്തിനാണ് ഞാനിത് പറഞ്ഞത്? ഇവിടെ കൂടിയവർ, ശബ്ദം ദൂരെ നിന്ന് കേൾക്കുന്നവർ, അടുത്തു നിന്ന് ഈ ശബ്ദത്തെ ശ്രദ്ധിക്കുന്നവർ, വീടുകളിലിരുന്ന് ഈ ശബ്ദത്തെ ശ്രദ്ധിക്കുന്നവർ, മനുഷ്യരെ, നമ്മൾ തെറ്റ് ചെയ്തവരാണ്, അബദ്ധം സംഭവിച്ചവരാണ്. പശ്ചാത്തപിച്ച് ഖേദിച്ച് മാപ്പ് ചോദിച്ച് ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് മടങ്ങിക്കോ. അതാണ് മനുഷ്യരെ എനിക്കുള്ള നിങ്ങൾക്കുള്ള രക്ഷ. അത് നമ്മൾ മറന്നു പോകാൻ പാടില്ല. അതീവ പ്രാധാന്യമുള്ള ഒരു സംഗതിയാണത്. കാരണം നമ്മൾ ഈ ഭൂമിയിൽ ഒരു സഞ്ചാരി പോലെയാണ്. മരത്തിന്റെ തണലിൽ വിശ്രമിക്കാനിരുന്നവൻ വിചാരിക്കുന്നു, ഈ തണൽ മതി എനിക്ക്. അവന്റെ യാത്ര ഒരുപാട് ദൂരദിക്കിലേക്കാണ്. അവന്റെ യാത്ര ഒരു പ്രത്യേക ലക്ഷ്യത്തിനാണ്. ക്ഷീണിച്ചവൻ വിചാരിക്കുന്ന മരത്തിന്റെ തണൽ കിട്ടിയപ്പോൾ ഇത് മതി എനിക്കെന്ന് വിചാരിക്കുന്നവൻ എത്ര മൂഢനാണ്, എത്ര വിഡ്ഢിയാണ്, എത്ര അശ്രദ്ധവാനാണ് അല്ലേ? അതുപോലെ നാം വിചാരിച്ച ലക്ഷ്യം സ്വർഗമാണ്. നാം ലക്ഷ്യം വെക്കുന്നത് നരകമോചനമാണ്. നാം ലക്ഷ്യം വെക്കുന്നത് ആഖിറത്തിലെ വിജയമാണ്. ആ വിജയത്തിലേക്കുള്ള ചെറിയ സമയം അനുവദിച്ചുള്ള യാത്രയിലാണ് ഞാനും നിങ്ങളും നിലകൊള്ളുന്നത്. യാത്രയിൽ മുള്ളുകളും കുപ്പിച്ചില്ലുകളും ചില്ലുകളും അതേ തടസ്സം സൃഷ്ടിക്കാവുന്ന പലതും നിറഞ്ഞു നിൽക്കുന്ന ഒരു വഴിയിലൂടെയാണ് എന്റെ യാത്ര. ശ്രദ്ധിച്ചു കാല് വെക്കണം, എവിടെ ചവിട്ടണം, എവിടെ ചവിട്ടിക്കൂടാ, എന്ത് പിടിക്കണം, എന്ത് പിടിച്ചുകൂടാ, എവിടേക്ക് നോക്കണം, എവിടേക്ക് നോക്കിക്കൂടാ, എന്ത് ശ്രവിക്കണം, എന്ത് ശ്രവിച്ചുകൂടാ, എന്ത് ചിന്തിക്കണം, എന്ത് ചിന്തിച്ചുകൂടാ, എന്തൊക്കെ ആരാധനാക്രമങ്ങൾ ചെയ്യണം, എന്തൊക്കെ ചെയ്തുകൂടാ. ഞാൻ ആരെയാണ് വിളിച്ച് പ്രാർത്ഥിക്കേണ്ടത്? ലോകത്തിന്റെ നാഥനായ അല്ലാഹുവിനെ മാത്രം. ഇബാദത്തിന്റെ ആരാധനയുടെ സർവവശങ്ങളും ഞാൻ ആരിലേക്ക് മാത്രമാണ് വെക്കേണ്ടത്? ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് മാത്രമാണ്. അബദ്ധം സംഭവിച്ചുകൂടാ. ശ്രദ്ധിച്ച് വളരെ 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 പ്രാധാന്യത്തോടുകൂടി ഗൗരവമായി എന്റെ കാൽപാദങ്ങളെ മുന്നോട്ട് നീക്കണം. ആ പാത ധന്യമായ പാതയാക്കി മാറ്റണം. അതെളുപ്പമാണ് എന്ന് വിചാരിക്കുന്നത് തെറ്റായ വിശ്വാസമാണ്. ഞാനെങ്ങനെ നിന്നാൽ, നമസ്കരിക്കുന്നവനാണ് ഞാൻ, സുന്നത്ത് നോമ്പെടുക്കുന്നവനാണ് ഞാൻ, കാര്യങ്ങളൊക്കെ വലിയ കുഴപ്പമില്ലാതെ നിർവഹിക്കുന്നവനാണ് ഞാൻ, ഇനി വേറെ കർമ്മങ്ങളൊന്നും ഞാൻ ചെയ്യേണ്ടതില്ല, ഞാനൊക്കെ ഉഷാറാണ് എന്ന നിലക്ക് നിന്ന് പോയാൽ എന്റെ ജീവിതത്തിലേക്ക് ആലസ്യം കടന്നുവരും, മടി കടന്നുവരും, മോശപ്പെട്ട പ്രവർത്തനങ്ങളും ചിന്തകളും കടന്നുവരും. ഞാനങ്ങനെ വല്ലാത്ത മടിയനായി മാറി പടച്ചവനൊരുക്കിയ നരകാഗ്നി കുണ്ടാരത്തിലേക്ക് എന്നെ തള്ളപ്പെടും. അതുകൊണ്ട് എന്റെ റൂട്ട് പ്രയാസമുള്ള റൂട്ടാണ്, എളുപ്പമുള്ളതല്ല. ഈ സ്വർഗത്തിലേക്കുള്ള ഹൈവേയിലേക്ക് പ്രവേശിക്കാൻ ഒട്ടനവധി പ്രയാസങ്ങൾ നിറഞ്ഞ ഇടപെടലുകളിലൂടെ വന്ന് ഈ വഴിയോരത്തിലേക്ക് പ്രവേശിക്കേണ്ടതുണ്ട്. ആ പ്രവേശിക്കുന്ന സുദീർഘമായ പാതയിലെത്താൻ ഞാൻ ഒരുപാട് കടമ്പകൾ കടക്കേണ്ടവനാണ് എന്ന ഓർമ്മ എനിക്കും നിങ്ങൾക്കും ഉണ്ടാകണം. അതുകൊണ്ട് കാത്തു നിൽക്കേണ്ടതില്ല. സാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹ അസ്സമാവാതു വൽ അർള്, ആകാശഭൂമിയോളം വിശാലമായ സ്വർഗ്ഗത്തിനു വേണ്ടി മനുഷ്യരെ നിങ്ങൾ ധൃതി കാണിച്ചോളൂ. ലോകത്തിന്റെ നാഥനായ റബ്ബ് നിങ്ങൾക്ക് മാപ്പ് തരാൻ റെഡിയാണ്, വിട്ടുതരാൻ റെഡിയാണ്, പുറത്തു തരാൻ റെഡിയാണ്. നിങ്ങൾ തൗബ ചെയ്താൽ തൗബ സ്വീകരിക്കാൻ റെഡിയാണ്. വലിയൊരു മലയോളമുണ്ടെങ്കിലും, കടലിൽ നുരയോളമുണ്ടെങ്കിലും, കടലിൽ പതയോളമുണ്ടെങ്കിലും നിങ്ങൾ തെറ്റ് ചെയ്തവരാണ് ശരി, നിങ്ങൾക്ക് മാപ്പ് തരാൻ ലോകത്തിന്റെ നാഥനായ റബ്ബ് റെഡിയാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്? നിങ്ങൾ പശ്ചാത്തപിച്ച് മടങ്ങിക്കോ. ആ സ്വർഗത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ആ പാതയിൽ നിങ്ങൾ അതിവേഗത്തിൽ മടി കാണിക്കാതെ മുന്നോട്ട് പോയിക്കോ. വഇദ്ദത് ലിൽ മുത്തഖീൻ, അത് മുത്തഖീങ്ങളായ തഖ്വയുള്ളവർക്ക് വേണ്ടി ഒരുക്കി വെച്ചതാണെന്ന് ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലേ സഹോദരങ്ങളെ? ആ സ്വർഗം മുത്തഖീങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്, അക്രമികൾക്ക് വേണ്ടിയുള്ളതല്ല. വ്യഭിചാരികൾക്ക് വേണ്ടിയുള്ളതല്ല, ദുഷ്ടന്മാർക്ക് വേണ്ടിയുള്ളതല്ല.
വക്രബുദ്ധിയും കുബുദ്ധിയും പ്രയോഗിച്ച് മനുഷ്യരെ ചതിക്കുന്നവർക്ക് വേണ്ടിയുള്ളതല്ല. മറിച്ച് സുതാര്യമായ ഋജുവായ പാതയിൽ സിറാത്തുൽ മുസ്തഖീം നേരായ പാത സ്വീകരിക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ് ആ സ്വർഗം. ആ സ്വർഗത്തിന് വേണ്ടി നിങ്ങൾ ധൃതി കാണിക്കണമെന്ന് ഖുർആൻ നമ്മളോട് ആവശ്യപ്പെടുകയാണ്. ഓ മനുഷ്യരെ, നിങ്ങൾ എന്താണ് കാത്തിരിക്കുന്നത്? റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുർആനിന്റെ വ്യാഖ്യാനമാകുന്ന ഹദീസിൽ അവിടുത്തെ തിരുനാവ് കൊണ്ട് ഉച്ചരിച്ച് സഹാബികൾ കേട്ടതായി രേഖപ്പെടുത്തുന്ന ഹദീസുകളിൽ നമുക്ക് വായിക്കാൻ പറ്റും, മനുഷ്യരെ, ഹൽ തൻതളിറൂന ഇല്ലാ ഫഖറൻ മുൻസിയ, നിങ്ങൾ കാത്തിരിക്കുകയാണ് മനുഷ്യരെ ദാരിദ്ര്യം മറപ്പിച്ച് കളയുന്ന ദാരിദ്ര്യം വരാൻ. മണിമാളിക സൗധങ്ങൾ പണിത് നല്ല സുന്ദരമായ വീടുണ്ടാക്കി നല്ല നല്ല ഭക്ഷണം കഴിച്ച് നല്ല വാഹനത്തിൽ സഞ്ചരിച്ച് ഇതെല്ലാം റബ്ബ് നൽകിയതാണെന്ന് മറന്നുപോയി നിങ്ങൾ സുഭിക്ഷമായ ജീവിതം നയിക്കുമ്പോ ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കയറി വരാൻ സാധ്യതയുള്ള പരീക്ഷണമാകുന്ന ദാരിദ്ര്യത്തെ നിങ്ങൾ മറന്നുപോവുകയാണോ? ഹൽ തൻതളിറൂന ഇല്ലാ ഫഖറൻ മുൻസിയ, അങ്ങനെ ഒരു ദാരിദ്ര്യം വരാൻ സാധ്യതയുണ്ട്, അതുവരെ കാത്തിരിക്കുകയാണോ നന്നാവാൻ, ചെലവഴിക്കാൻ, റബ്ബിന്റെ മാർഗത്തിലേക്ക് ഇറങ്ങാൻ, പടച്ചവന്റെ മാർഗത്തിൽ അധ്വാനിക്കാൻ, അള്ളാഹുവിന്റെ മാർഗത്തിൽ യജ്ഞിക്കുവാൻ നിങ്ങൾ ഇങ്ങനൊരു ദാരിദ്ര്യം വരാൻ കാത്തിരിക്കുകയാണോ? ഔ ഗൈറൻ മുത്തഖിയ, അതിക്രമകാരിയായി മാറുന്ന പണത്തിന്റെ ശക്തി കൊണ്ട്, സ്വത്തിന്റെ ഊക്കുകൊണ്ട്, സ്വത്തിന്റെ ആസ്തിയുടെ വലിപ്പം കൊണ്ട് പ്രിയപ്പെട്ടവരെ അതിക്രമകാരിയായി മാറാൻ കാത്തിരിക്കുകയാണോ നിങ്ങൾ? അതല്ലെങ്കിൽ ഔ മറലൻ മുഫ്സിദ, ഫസാദിലാക്കി കളയുന്ന രോഗം വരാൻ കാത്തിരിക്കുകയാണോ നിങ്ങൾ? റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദ്യം അർത്ഥവത്തായ ചോദ്യമാണ്. ആരോഗ്യമുള്ള തന്റെ ഇടമുള്ള കേൾപ്പുള്ള ബലവത്തായ ആരോഗ്യമുള്ള കൈകാലുകളും കണ്ണും ചെവിയും ആന്തരിക അവയവങ്ങളും ബാഹ്യാവയവങ്ങളും നൽകിയ ഈ സമയത്ത് റബ്ബിന്റെ മാർഗത്തിൽ ഒരു ലഘുലേഖ കൊടുക്കാൻ, ഒരു CD കൈമാറാൻ, ഒരു പോസ്റ്റർ പതിക്കാൻ, ഒരു നോട്ടീസ് ഒട്ടിക്കാൻ, ആളുകൾക്ക് തെറ്റിദ്ധാരണകൾ തിരുത്തി കൊടുക്കാൻ, ആളുകളെ സത്യമാർഗത്തിലേക്ക് ക്ഷണിക്കാൻ സമയമില്ലാതെ പോകുന്നുവോ? യൗവനത്തിൽ നിൽക്കുന്നവരെ, യുവത്വത്തിൽ നിൽക്കുന്നവരെ, നിങ്ങൾ എന്താണ് കാത്തിരിക്കുന്നത്? നിങ്ങൾ ആരോഗ്യത്തെ സെക്കൻഡുകൾ കൊണ്ട് ക്ഷയിപ്പിച്ചു കളയാൻ ശക്തിയുള്ള ലോകത്തിന്റെ നാഥനായ റബ്ബിനെ നിങ്ങൾ മറന്നു പോവുകയാണോ? ഔ മറലൻ മുഫ്സിദ, ഫസാദിലാക്കി കളയുന്ന രോഗം വരാൻ കാത്തിരിക്കുകയാണോ നിങ്ങൾ? ചോദിക്കുന്നതാരാ? മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ. മാത്രമല്ല വീണ്ടും ചോദ്യങ്ങൾ വരികയാണ്. ഫസാദിലാക്കി കളയുന്ന രോഗം, ഔ മൗതൻ മുജ്ഹിസ, പെടുന്നനെ കടന്നു വരുന്ന മരണത്തെ കാത്തിരിക്കുകയാണോ? ഒരു ബൈക്കിൽ കയറിയിരുന്ന കടവത്തൂരിലെ ആണത്തമുള്ള യൗവനമുള്ള ചെറുപ്പക്കാരൻ ഓടിച്ചു പോകുമ്പോ അതിന്റെ വേഗത കാണിച്ച വേഗത മുഴുവനും എടുക്കേണ്ടതില്ല, വാഹനത്തിൽ കാണിച്ച സ്പീഡ് മുഴുവനും എടുക്കേണ്ടതില്ല. ഓടിച്ചുപോയി വാഹനം തട്ടിമറിഞ്ഞ് മറ്റൊരു വാഹനത്തിൽ ഇടിച്ച് അപകടം സംഭവിച്ച് റോഡിൽ മരിക്കാതെ ചോര വാർന്നൊലിച്ച് പിടയുമ്പോ പടച്ചവനെ നന്നാവാൻ എനിക്ക് സമയം തന്നാൽ എന്ന് ആ ഘട്ടത്തിൽ ആലോചിച്ചാൽ ഒരുപക്ഷെ കാര്യമുണ്ടായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് മരണം പെടുന്നനെ കടന്നു വരാം, മരണം പെടുന്നനെ കടന്നു വരാം. ദുബായ് എയർപോർട്ടിൽ നിന്ന് പറന്നുയർന്ന വിമാനം കാർമേഘങ്ങളെ തള്ളി നീക്കി ഭേദിച്ച് കടന്നുവന്ന് മംഗലാപുരത്തിന്റെ റൺവെക്ക് മുകളിൽ അതിങ്ങനെ വട്ടമിട്ട് കറങ്ങി ലാൻഡ് ചെയ്യാനുള്ള മെസ്സേജ് കിട്ടി. ആ മംഗലാപുരത്തിന്റെ റൺവേയിലേക്ക് വിമാനം ഇറങ്ങുകയാണ്. അതിന്റെ ചക്രം നിലത്ത് തട്ടുകയാണ്, റൺവേയിൽ തട്ടുകയാണ്. വിമാനത്തിലുള്ള യാത്രക്കാരുടെ ഹൃദയങ്ങളിൽ നിർവൃതി, ഒരു ആശ്വാസത്തിന്റെ, ഒരു വല്ലാത്ത നിർവൃതിയുടെ ഒരു മിന്നൽ പാച്ചിൽ കടന്നുപോയി. സന്തോഷമുണ്ടായവർക്ക്, ലാൻഡ് ചെയ്യുകയാണ് നമ്മൾ എന്ന വിചാരമുണ്ടായവർക്ക്, എയർപോർട്ടിന്റെ പുറകുവശത്ത് അല്ലെങ്കിൽ എയർപോർട്ടിന്റെ മുൻവശത്ത് കാത്തു നിൽക്കുന്നു കൂട്ടുകുടുംബങ്ങൾ. ഉപ്പയുണ്ട് അവിടെ, ഉമ്മയുണ്ട് അവിടെ, ജേട്ടനുണ്ട് അവിടെ, അനിയനുണ്ട് അവിടെ, ഭാര്യയുണ്ട്, മക്കളുണ്ട്, കൂട്ടുകുടുംബങ്ങളുണ്ട്, ബന്ധുമിത്രാദികളുണ്ട്. അവർ ഒട്ടുനോക്കിയിട്ടുണ്ടായിരുന്നു. ആ വിമാനത്തിന്റെ ഇറക്കത്തെ സെക്കൻഡുകൾ കൊണ്ട് വിമാനം 3 ഘട്ടങ്ങളായി പൊട്ടിമാറി. 156 യാത്രക്കാരിൽ 148 പേരും കത്തിക്കരിഞ്ഞ് കരിക്കട്ട പോലെയായി തെറിച്ചു വീണ് രക്ഷപ്പെട്ട 8 മനുഷ്യർ കൈകാലുകൾക്ക് പരിക്കേറ്റ് രക്ഷപ്പെട്ടപ്പോൾ ആലോചിക്കണം, സെക്കൻഡുകൾക്ക് മുമ്പ് വിമാനം ലാൻഡ് ചെയ്യുന്നുവെന്ന് സന്തോഷത്തിൽ പങ്കെടുത്തവർ, ആ വിമാനത്തിൽ ഒരുപക്ഷെ കൈകാര്യം ചെയ്തിരുന്ന ഒരുപാട് ഏർപ്പാടുകൾ തന്റെ മുമ്പിൽ പതിഞ്ഞ സ്ക്രീനിൽ ടച്ച് ചെയ്ത് സിനിമ കണ്ടവർ, വൃത്തികേട് കണ്ടവർ, മദ്യം വിളമ്പിക്കൊടുത്തപ്പോ വാങ്ങിക്കുടിച്ചവർ, അനാവശ്യങ്ങൾ സംസാരിച്ചവർ, ഇല്ല അതിലേക്കൊന്നുമില്ല ഞാനെന്ന് വിചാരിച്ചവർ പലരുമുണ്ടാകാം. ആ യാത്രയിൽ പെടുന്നനെ കടന്നു വരാം നിന്റെ മരണം. അതുകൊണ്ട് മരണം വരെ കാത്തിരിക്കുകയാണോ മനുഷ്യരെ നന്നാവാൻ? ആണോ? ഇവിടുത്തെ കാരണവന്മാരോട് ഞാൻ ചോദിക്കട്ടെ, സംഘടനാ വിഷയം ഈ ഘട്ടത്തിലേക്കൊന്ന് കൂട്ടിച്ചേർത്തുകൊണ്ട് നിങ്ങൾക്കറിയാത്തത് നിങ്ങൾ എന്തിന് പറയുന്നു? അന്വേഷിച്ചുകൂടി നിങ്ങൾക്ക്?
ഒന്ന് അന്വേഷണാത്മകമായി ഒന്ന് പ്രവർത്തിച്ചുകൂടെ നിങ്ങൾക്ക്? എന്താണ് സംഭവിച്ചത്? എന്താണ് ഇങ്ങനെ പറയാനുള്ള കാരണം? പതിറ്റാണ്ട് മുമ്പ് ഈ പ്രസ്ഥാനം രണ്ട് ഘട്ടമായി മാറുമ്പോ ആലോചിക്കണേ എന്റെ പ്രിയപ്പെട്ട കാരണവന്മാർ. ഞങ്ങൾ ഒന്നിലേക്കുമില്ലെന്ന് പറഞ്ഞ ആരും മാറി നിന്നില്ല. പിന്നെയോ രണ്ടാകുമ്പോ അവർ ഇപ്പുറത്താണെങ്കിൽ ഞാനിവിടെയാണെങ്കിൽ ഇയാൾ ഇങ്ങോട്ട് വരില്ല. അങ്ങനെയൊക്കെ ഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അധിക പേരും സെലഫികളായ അധിക പേരും പഠിച്ചു എന്താണ് വിഷയത്തിന്റെ മർമ്മം, എന്താണ് വിഷയത്തിന്റെ കാതൽ, എവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കിടക്കുന്നത് അന്വേഷിച്ചു അവർ. 80% 90% എന്റെ പ്രിയപ്പെട്ട ഉസ്താദ്, ഞങ്ങളുടെ കോളേജിന്റെ പ്രിൻസിപ്പൽ കൂടിയായിരുന്ന ഹുസൈൻ മടവൂര് പറഞ്ഞു, 80% 90% നമ്മുടെ കൂടെയാണ് എന്ന് ഞങ്ങളോട് കോളേജിൽ വെച്ച് പറയുമ്പോ അവിടുത്തെ കുട്ടികൾ സന്തോഷിക്കുകയാണ്. അതെ, ഇതാണ് ശരി എന്നവർ വിചാരിക്കുകയാണ്. വിഷയത്തെ പഠിക്കുകയാണ്.